ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായി നമ്മളുടെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് സാറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. US വിപണിയിൽ മൂന്നാമത്തെ സെഷനിലും ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും US വിപണിയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ എന്തൊക്കെയാണ്? പ്രിയ, US വിപണി നോക്കുമ്പോഴേക്കും ആക്ച്വലി കഴിഞ്ഞ 10-12 ദിവസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് US വിപണിയിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 37,000 പോയിന്റ് ആയിരിക്കും. ആൻഡ് ഇന്നലത്തെ ലോവസ്റ്റ് ലെവലിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഇന്നലെ 37,132 പോയിന്റ് ആയിരുന്നു ഇന്നലത്തെ ലോവസ്റ്റ് ലെവൽ. സോ അറ്റ് ദ സെയിം ടൈം നമുക്കൊരു പുതിയ ബുള്ളിഷ്നെസ് മാർക്കറ്റിൽ കാണണമെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് ഇന്നല്ലെങ്കിൽ നാളെ 37,600 പോയിന്റിന് മുകളിൽ ക്ലോസ് ചെയ്യണം. 34,600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു ഓൾ ടൈം ഹൈ ഡൗ ജോൺസ് ഇൻഡെക്സിൽ പ്രതീക്ഷിക്കാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഒരു അല്പം വ്യത്യാസമായിട്ടായിരുന്നു ഇന്നലെ നാസ്ഡാക്കിലെ ട്രേഡിംഗ് അവസാനിച്ചത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡിംഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഒരു നല്ലൊരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. എങ്കിലും ബൈ ക്ലോസിംഗ് ടൈം നാസ്ഡാക്കിൽ ഓൾമോസ്റ്റ് എല്ലാ നഷ്ടവും തിരിച്ചു പിടിക്കാൻ സാധിച്ചു. സോ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് ഇന്നത്തെ ട്രേഡിംഗിൽ നാസ്ഡാക്ക് 100 ഇൻഡെക്സ് 16,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ബുള്ളിഷ് ട്രെൻഡ് നാസ്ഡാക്കിൽ ആരംഭിക്കും. അങ്ങനെ ഒരു പുതിയ ബുള്ളിഷ് ട്രെൻഡ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ നാസ്ഡാക്ക് അതിന്റെ ഓൾ ടൈം ഹൈ 17,000 പോയിന്റിലുള്ള ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് മുന്നേറും. കമ്മോഡിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിൽ കഴിഞ്ഞ ദിവസം ഒരു ഇടിവ് പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ചൈനയിലെ എക്കണോമിക് ഡാറ്റകളൊക്കെ തന്നെ റിലീസ് ചെയ്തത് വീണ്ടും ഒരു ക്രൂഡിന്റെ കാര്യത്തിൽ ഒരു കൺസേൺസ് ഒക്കെ തന്നെ ഉയർന്നു വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ച് $1 ഇടിയുന്ന ഒരു സ്ഥിതിയിലേക്ക് വഴിമാറി 1.57% ഒരു നഷ്ടത്തിൽ ബാരലിന് $77.06 എന്നൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് ടെക്സാസ് ക്രൂഡും ഒരു 92 സെന്റ്സ് അല്ലെങ്കിൽ 1.27% ഇടിഞ്ഞ ബാരലിന് 71.48 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോരുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ ക്രൂഡിന്റെ കേസിൽ ഒരു കൺസോൾട്ടേഷൻ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ആൻഡ് ഈ സമയം നമ്മൾ ക്രൂഡ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ബുൾസ് അവരുടെ കൈ ഇതിന്ന് എടുത്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലൈറ്റ് സ്വീറ്റ് ക്രൂഡിന്റെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $74. $74 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ക്രൂഡിന്റെ കേസിൽ നമുക്കൊരു $4 ഗെയിൻസ് എക്സ്പെക്ട് ചെയ്യാം. അതേസമയം വീണ്ടും നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ച് ഇന്ന് ഇരിക്കേണ്ടത് $70 ആയിരിക്കണം. സോ ബിറ്റ്വീൻ $70 and $74 ഒരു ട്രേഡിംഗ് റേഞ്ച് ആയിരിക്കും. $70 സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. $74 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായും വഴിമാറും. ഗോൾഡിൽ നമുക്കൊരു സമാന സ്ഥിതി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗോൾഡിനെ സംബന്ധിച്ച് ഒരു മാസത്തിനിടയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ഇടിവിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഗോൾഡിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. US ട്രഷറി ഈൽഡ് കൂടുന്നതും ഒപ്പം തന്നെ ഡോളർ കരുത്താർജിക്കുന്നതും ഒക്കെ തന്നെ ഗോൾഡിനെ സംബന്ധിച്ച ഒരു ഇടിവിലേക്ക് പോകുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡിലുള്ള സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ ഗോൾഡിൽ കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്കൊരു സെല്ലിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇന്നലത്തെ സെൽ ഓഫിനെ തുടർന്ന് ഗോൾഡിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവശം സ്വർണം ഉണ്ടെങ്കിൽ ആ ഗോൾഡിന്റെ ലോങ് പൊസിഷൻസ് ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ചെയ്യുക. സ്വർണത്തിന്റെ അടുത്ത മേജർ സപ്പോർട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് $1,975. $1,975 സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ all the trends will become bearish. സ്വർണത്തിന് തിരിച്ചൊരു ബുള്ളിഷ്നെസ്സിലോട്ട് വരാൻ എളുപ്പമായിരിക്കത്തില്ല. സോ ബെറ്റർ ടു അവോയ്ഡ് ലോങ് പൊസിഷൻസ് ഇൻ ഗോൾഡ് നൗ.
ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഇടിവോട് കൂടിയിട്ടായിരുന്നു വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് തുടർന്ന് 21,550 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് നിഫ്റ്റി ഇടിയുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. പിന്നീട് 460 പോയിന്റോളം ഇടിഞ്ഞ് 21,572 എന്നൊരു നിലയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 2022 ജൂണിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു ഇടിവാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഇന്നത്തെ ഒരു വിപണിയിൽ നിക്ഷേപകരെ സംബന്ധിച്ച് എത്രത്തോളം കോഷ്യസ് ആയിട്ട് ഇരിക്കേണ്ടതുണ്ട്? പ്രധാനമായിട്ടും നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി 50യുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ഒരു അല്പം ബെയറിഷ്നെസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, വിച്ച് വാസ് എലോങ് എക്സ്പെക്ടഡ് ലൈൻസ്. കാര്യം ഇതേപോലെ തന്നെ ഞാൻ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ദാറ്റ് ഒക്ടോബർ 26 ശേഷം നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ ഒരു നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ്, നല്ലൊരു കറക്ഷൻ ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല. സോ നാച്ചുറലി അതിനുള്ളൊരു സമയം വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ നിഫ്റ്റി 50യുടെ കേസിൽ 21,600 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന മേജർ സപ്പോർട്ട് ഏരിയ 21,400 പോയിന്റ്. സോ ഈ രണ്ട് സപ്പോർട്ട് ഏരിയാസ് ആയിരിക്കാം. ഒരേ ഒരു സപ്പോർട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നോട്ട് 21,600, 21,400 പോയിന്റ് ആയിരിക്കും നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള HDFC ബാങ്കിന്റെ തന്നെ 8% ഒരു ഇടിവ് വലിയ തോതിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ICICI ബാങ്ക്, SBI മുതലായിട്ടുള്ള ഓഹരികളും 2 മുതൽ 4% ഒരു ഇടിവ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്ക് 4% അടുത്ത ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് ബാങ്കിംഗ് സൂചികയും ഓൾമോസ്റ്റ് ഒരു 4% ഒരു നഷ്ടം തന്നെയാണ് പ്രകടമാക്കിയത്. സോ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നമ്മൾ ബാങ്കിങ് സെക്ടർ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമ്മൾ ബാങ്കിങ് സ്റ്റോക്സിനെ 3ആയിട്ട് വേർതിരിക്കണം. ആദ്യത്തെ ഒരു സെഗ്മെന്റ് നാച്ചുറലി ഇസ് ദ ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. സോ ആ ഒരു സെഗ്മെന്റിലോട്ട് വരുന്നത് HDFC ബാങ്ക്, കോട്ടക് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക് മുതലായ ബാങ്കുകൾ. പിന്നീട് നമുക്ക് ചെയ്യാവുന്നത് ഇസ് ദി സ്മോൾ ഫൈനാൻസ് ബാങ്ക് ലൈക്ക് സൂര്യോദയ്, AU സ്മോൾ ബാങ്ക്, ESOP സ്മോൾ ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് മുതലായ ബാങ്കുകൾ. ആൻഡ് മൂന്നാമത്തെ ഒരു കാറ്റഗറി ഇസ് ദി പബ്ലിക് സെക്ടർ ബാങ്ക്സ് ലൈക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ എക്സെട്ര. സോ നമ്മൾ ഈ ഒരു 3 സെഗ്മെന്റ്സ് ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഇതിൽ ഏറ്റവും കൂടുതൽ വീക്ക്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. സോ HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ബാങ്ക് ഇതിലൊക്കെ ഒത്തിരി വീക്ക്നെസ് ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ട്. സോ മികച്ച ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് HDFC ബാങ്ക് നൽകിയെങ്കിലും ഇന്നലത്തെ സെൽ ഓഫിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ഫോർ HDFC ബാങ്ക് ഹസ് ബിക്കം ബെയറിഷ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റോക്ക് ഒരു സപ്പോർട്ട് ഏരിയ ഫോം ചെയ്യുന്നത് വരെ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന 2 മേജർ സപ്പോർട്ട് ഏരിയ, ആദ്യത്തെ 45,300 പോയിന്റ്, ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 44,600 പോയിന്റ്. എനിക്ക് തോന്നുന്നില്ല നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഈ 2 സപ്പോർട്ട് ലെവൽസ് ബ്രേക്ക് ചെയ്യുമെന്ന്. സോ ഈ 2 സപ്പോർട്ട് ഏരിയാസിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിങ് മേഖലയിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. ഏതായാലും റിസൾട്ട് സീസൺ ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നതിനാൽ ഇന്നിപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് അവരുടെ റിസൾട്ട് നമ്പേഴ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. ബാങ്കിനെ സംബന്ധിച്ച് ഡിസംബർ ക്വാർട്ടറിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നല്ലൊരു ശക്തമായിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ സാധിച്ചേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ വിലയിരുത്തുന്നത്. അറ്റാദായം നോക്കുമ്പോഴും ഒരു ഇരട്ടാക്ക വളർച്ച, ഓൾമോസ്റ്റ് ഒരു 16% ഒരു വളർച്ച രേഖപ്പെടുത്തിയേക്കാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസും അനലിസ്റ്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. NII നോക്കുകയാണെങ്കിൽ 5,251 കോടി രൂപയായിട്ട് ഉയർന്നേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 4,495 കോടി രൂപയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്.
പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിലും 2284 കോടി രൂപയായിട്ട് ഇത്തവണ ഉയർന്നേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണ ഇതേ കാലയളവിൽ 1959 കോടി രൂപയായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ഇനത്തിൽ ബാങ്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റേബിൾ ആയിട്ട് തുടരാനുള്ള സാധ്യത തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 4.28% രേഖപ്പെടുത്തിയേക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അസറ്റ് ക്വാളിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നോൺ പെർഫോമിംഗ് അസറ്റ് നല്ല തോതിൽ ഇംപ്രൂവ് ആകാനുള്ള സാധ്യതയും അനലിസ്റ്റുകൾ തള്ളിക്കളയുന്നില്ല. 2.1% നിന്നും 1.9% കുറയാനുള്ള സാധ്യതയും മോത്തിലാൽ അടക്കമുള്ള പല ബ്രോക്കറേജുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്കിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ നമ്മൾ ഓൾറെഡി HDFC ബാങ്കിന്റെ കേസിൽ എന്താ സംഭവിച്ചതെന്ന് കണ്ടു. നല്ല മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസിനെ തുടർന്നായിരുന്നു അതിലൊരു സെൽ ഓഫ് നടത്തുന്നത്. ഫെഡറൽ ബാങ്ക് നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു ഫൈനാൻഷ്യൽ പെർഫോമൻസിനെ തുടർന്ന് വലിയ തോതിൽ ഒരു സെൽ ഓഫ് കണ്ടിരുന്നു. ഇതിന്റെ ഒക്കെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 26-ന് ശേഷം ഈ സ്റ്റോക്കിൽ ഒന്നിലും കാര്യമായിട്ടൊരു കറക്ഷൻ നടന്നിട്ടില്ല. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കേസിലും നമ്മൾ നോക്കുമ്പോഴേക്കും സംതിങ് സിമിലർ ഇസ് ഹാപ്പനിങ്. കഴിഞ്ഞ 5-8 മാസങ്ങളായിട്ട് കാര്യമായിട്ടൊരു സെല്ലിംഗ് പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടില്ല എന്നുള്ള ഇതിന്റെ ഒരു വാസ്തവം. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഇനി സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ഇന്ന് ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 1700 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 1610 രൂപ. കഴിഞ്ഞ സെഷനിൽ റിസൾട്ട് വന്ന കമ്പനികളിൽ മെയിനായിട്ടും IT കമ്പനികൾ തന്നെയായിരുന്നു പ്രധാനമായിട്ടും റിസൾട്ടുകളൊക്കെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ LTI മൈൻട്രിയുടെ കേസ് നോക്കുകയാണെങ്കിൽ 17% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. 1168 കോടി രൂപയായിട്ട് ഇത്തവണ നെറ്റ് പ്രോഫിറ്റ് ഇനത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1000 കോടി രൂപയായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വരുമാനം പരിശോധിക്കുമ്പോഴും 4% ഒരു വർധനവോടുകൂടി 8620 കോടി രൂപയിൽ നിന്നും 16.6 കോടി രൂപയായിട്ട് വരുമാനവും ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ എബിഡ നോക്കുകയാണെങ്കിൽ 2% ഒരു 2.6% ഒരു ഇടിവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1423 കോടി രൂപയിൽ നിന്നും 1385 കോടി രൂപയായിട്ട് കുറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിച്ചത്. എബിഡ മാർജിൻ പരിശോധിക്കുമ്പോഴും 15.4% ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. LTI മൈൻട്രിയുടെ ഈ ഒരു റിസൾട്ടിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ നോക്കുമ്പോൾ അതിന്റെ സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? റിസൾട്ടിൽ എനിക്ക് ഒരു സർപ്രൈസസും കാണാൻ സാധിക്കുന്നില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ആയിരുന്നു റിസൾട്ട്. ബട്ട് നമ്മൾ അതിന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നത്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നമുക്ക് LTI മൈൻട്രിയിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ഇന്നലെ വളരെ പോസിറ്റീവ് ആയിട്ടായിരുന്നു ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. സോ നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു അവസരം നോക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 6330 രൂപയായിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് ഒരു 250 മുതൽ 400 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ നൽകാൻ സാധിക്കും. ഹാപ്പിയസ്റ്റ് മൈൻഡ്സിന്റെയും റിസൾട്ടുകൾ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 3% ഒരു വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. വരുമാനം പരിശോധിക്കുമ്പോൾ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. 11.7% ഒരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സീക്വൻഷ്യൽ ബേസിസിൽ നോക്കുമ്പോഴും ഒരു കുറവൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നേരിയ ഒരു പുരോഗതി തന്നെയാണ് ഈ ഒരു കമ്പനിക്കും റിസൾട്ടുകളൊക്കെ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. എന്നാൽ എംപ്ലോയീസിന്റെ ഹെഡ് കൗണ്ടിന്റെ കണക്കുകൾ നോക്കുമ്പോൾ 39 ബേസിസ് പോയിന്റിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഹാപ്പിയസ്റ്റ് മൈൻഡിന്റെ കേസിൽ എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന് 960 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ട്. സോ മൈ ചോയ്സ് ഇൻ ദ IT സെഗ്മെന്റ് വിൽ ബി LTI മൈൻട്രി, വിപ്രോ, HCL ടെക്നോളജി, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആൻഡ് ഇൻഫോസിസ്. ഈ സ്റ്റോക്കിലായിരിക്കാം നമ്മുടെ ഫോക്കസ്. നമ്മൾ IT മേഖലയിൽ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ.
ഒപ്പം തന്നെ പെർസിസ്റ്റന്റ് സിസ്റ്റത്തിന്റെ ഒക്കെ കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്റ്റോക്ക് സ്പ്ലിറ്റിന് ഒരുങ്ങുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ തന്നെ കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ച് അവർ ഇതിനുള്ള ഒരു യോഗം ജനുവരി 19, 20 തീയതികളിൽ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് തന്നെ കമ്പനി അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ പെർസിസ്റ്റന്റ് സിസ്റ്റത്തിലുള്ള സാറിന്റെ ഒരു വ്യൂ കൂടി ഷെയർ ചെയ്യാമോ? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡിൽ ഇറ്റ് ഈസ് വെരി വെരി ബുള്ളിഷ്. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് എങ്കിലും ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈയിങ് അവസരം എനിക്ക് ഈ ലെവൽസിൽ കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ ഏഷ്യൻ പെയിന്റ്സ് കഴിഞ്ഞ ദിവസം റിസൾട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ മോർണിംഗിലും നമ്മൾ ഏഷ്യൻ പെയിന്റ്സ് റിസൾട്ട് വരാനിരിക്കെ അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ച് അവരുടെ വോളിയം ഗ്രോത്തിലൊക്കെ തന്നെ ഒരു ഡബിൾ ഡിജിറ്റ് 12% വർധനവ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് നോക്കുമ്പോഴും 35% വർധനവ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. റവന്യൂവിലും 5% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സിന്റെ റിസൾട്ടിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇനി പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നല്ല റിസൾട്ട് അഗൈൻ എക്സ്പെക്ടഡ് ലൈൻസിൽ തന്നെയായിരുന്നു ഏഷ്യൻ പെയിന്റ്സിന്റെ റിസൾട്ട്. നോ സർപ്രൈസസ് അറ്റ് ഓൾ. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ HDFC ബാങ്കിലും ഫെഡറൽ ബാങ്കിലും ഒക്കെ കണ്ടതുപോലെ തന്നെ നമ്മൾ ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിലും ഇന്നലെ ഒരു നല്ല സെല്ലിംഗ് കാണാൻ ഇടയുണ്ടായി. സോ അതിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരിക്കുന്നു. സ്റ്റോക്കിൽ ഒരു കറക്ഷൻ തുടരട്ടെ, സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തതിനു ശേഷം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം.